സാന്ത്വനം വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ മിത്ര തൻ്റെ തീരുമാനം അനന്തിനെയും നന്ദിനെയും അറിയിച്ചതിന് ശേഷം അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം ആര്യൻ അവിടെ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പം ആര്യനാണെങ്കിൽ മിത്രയെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ആര്യനാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കരയുമ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട്, എന്താ ആര്യൻ വിചാരിച്ചാൽ ഞാനങ്ങ് പോകുമെന്നും? അങ്ങനൊന്നും ഞാൻ പോകത്തില്ല. എന്തായാലും ഞാൻ ആര്യൻ്റെ തലയിൽ തന്നെയാണ്. ഇനി സഹിച്ചേ പറ്റത്തുള്ളൂ. ഇനി ഒരിക്കലും ഞാൻ ആര്യനെ വിട്ടു പോകത്തില്ല എന്ന് മിത്ര പറയണം. ഇത് കേൾക്കുമ്പോൾ ആര്യന് നല്ല സന്തോഷമാവുന്നുണ്ട്. ഈ കരയുന്നത് ഞാൻ പോകാത്തതിൻ്റെ ഉള്ള സങ്കടം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനൊന്നുമല്ല, ഞാൻ വിചാരിച്ചു നീ പോകുമെന്ന്. എന്നെ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ ആര്യൻ ഇതുവരെ എന്ന് മിത്ര ചോദിക്കുന്നുണ്ട്. നീ എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ നിന്നെ വിളിക്കാൻ കൈപൊക്കിയതാണ്, പക്ഷേ നീ അത് കണ്ടില്ല. അപ്പം മിത്ര പറയുന്നുണ്ട്, ആര് പറഞ്ഞ് കണ്ടില്ലെന്ന്? ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം ആര്യനോട് നല്ല ദേഷ്യം തോന്നി. ഇത്രയും കാലമായിട്ട് ആര്യൻ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഒരിക്കലും ആര്യനെ വിട്ടു പോകത്തില്ല. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആര്യൻ പറയുന്നുണ്ട്, ഞാൻ ഒത്തിരി നിന്നെ വിഷമിപ്പിച്ചായിരുന്നു. അത് ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലേ, ആര്യനോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയി തീരുമാനം എടുക്കേണ്ടത്. ഞാൻ അലോകിനെ കാണാൻ പോയത് ആര്യനോട് പറഞ്ഞില്ല, അത് എൻ്റെ തെറ്റാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, നമ്മൾ രണ്ടുപേരും ഒരുപാട് കരഞ്ഞ്, ഇനി ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ആര്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, നീ നിൻ്റെ അച്ഛനോട് എന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഒന്നും കൂടെ പറയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മിത്ര പറയുന്നുണ്ട്, അയ്യേ ഞാനതൊക്കെ ചുമ്മാ പറഞ്ഞതാ, വെറുതെ പറഞ്ഞതാ, ഇനി ഞാനങ്ങനെ പറയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ആര്യനെ കളിയാക്കുന്നുണ്ട് മിത്ര. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. സമയത്ത് കൃഷ്ണമംഗലത്ത് ഭയങ്കര അടിയടക്കുകയാണ്. അച്യുതൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ അച്യുതനാണെങ്കിൽ ഭയങ്കര ദേഷിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് മിത്ര ഇവിടെ കൊണ്ടുവരുമ്പം അപ്പോഴെങ്കിലും നമുക്ക് ജയിക്കാമെന്ന്. ഇപ്പോൾ വീണ്ടും ബാലൻ്റെ മുന്നിൽ തോറ്റ്, എപ്പോഴും തോൽവി മാത്രമേ ഉള്ളൂ. അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, അനന്തേട്ടൻ നമ്മുടെ മുമ്പിൽ കാണിച്ചതെല്ലാം വെറും അഭിനയമായിരുന്നു. ഇപ്പം ആര്യനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ പോയി വിളിച്ചിട്ട് മിത്ര വരാത്തതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ മടിയുണ്ടായിട്ട് മുറി കയറി ഇരിക്കുന്നത്. അപ്പം അച്യുതനും ഭയങ്കര ദേഷ്യം. അച്യുതൻ പറയാണ്, എല്ലാവരും കൂടെ എന്നെ വഞ്ചിക്കുക. എന്നിട്ട് മുത്തശ്ശിയടുത്ത് എന്ന് പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കുക. നാളെ എൻ്റെ മോൻ അലോക് ഇവിടെ എത്തിയില്ലെങ്കിൽ എന്നെ ജീവനോട് ആരും കാണത്തില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. രാജശ്രീ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പം നമ്മുടെ ധർമ്മം പറയുന്നുണ്ട്, അച്ചുവേട്ടാ നമ്മൾ വിചാരിക്കുന്നുള്ളൊന്നുമല്ല കാര്യം. മിത്രയും ആര്യനും ഭയങ്കര സ്നേഹത്തിലാണ് ജീവിക്കുന്നത്, എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ്. ഓ അവനും അവളും കൂടെ സ്നേഹത്തെ അവിടെ കഴിയട്ടെ, നമ്മളെപ്പോഴും ഇങ്ങനെ സങ്കടത്തോടെ മോനെ കാണാൻ ഇവിടെ കിടന്ന് കരഞ്ഞാൽ മതിയല്ലോ എന്ന് രാജശ്രീ പറയുന്നുണ്ട്. അപ്പം അച്യുതൻ വീണ്ടും മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഈ തീരുമാനം ഞാൻ ചുമ്മാതെ പറയല്ല, അമ്മയടുത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ അറിയിച്ചാൽ അതുപോലെ നടത്തുമെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. എനിക്ക് ഇനി ജീവിക്കണമെന്നില്ല, നാളെ എൻ്റെ മോൻ ഇവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ അച്യുതനെ കാണത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. അപ്പോൾ രാജശ്രീ കൂടെ കരയുന്നുണ്ട്, അച്ചുവേട്ട അങ്ങനൊന്നും പറയാതെ, പിന്നെ നമ്മൾ എന്തിനാണ് ഈ ജീവിക്കുന്നത്, നമ്മുടെ മോൻ ജയിലിൽ കിടന്നിട്ട് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഭയങ്കര കരച്ചിൽ കിടക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ അയാൾക്ക് വലിയ സങ്കടം. മുത്തശ്ശിക്കാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. രണ്ട് കൊച്ചുമക്കളാണ്, ആരുടെയും സൈഡ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിൻ്റെ കൂടെ അച്യുതൻ്റെ ഭീഷണി എല്ലാം കൂടെ ആയപ്പോൾ മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഗോമതിയാണെങ്കിൽ പുറത്തേക്ക് വരുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് ഗോമതിയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗോമതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാനാ മോളെ വിളിച്ചതെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്താമ്മേ? അല്ല, അലോകിൻ്റെ കാര്യം ഓർത്തിട്ട് ആകപ്പാടെ സങ്കടം. ഞാൻ അമ്പലത്തിൽ വെച്ച് ബാലനെ കണ്ടായിരുന്നു. ഞാൻ ബാലനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു, പക്ഷേ അവൻ പറഞ്ഞതാ ശരി. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, എന്നാലും എൻ്റെ ഒരു ോട് കൊണ്ട് മാത്രമാണ് ബാലനോട് ഞാനത് ചോദിച്ചതെന്ന് പറയണം. അപ്പം ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ പറ, എന്താണ് അമ്മ ബാലേട്ടനോട് ചോദിച്ചത്? അലോകിൻ്റെ കാര്യം. അപ്പം അലോകിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ബാലനോട് ചോദിച്ചു. അപ്പോൾ ബാലൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ബാലൻ ചിന്തിക്കുന്നതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല, അനിശ്ചിതയുടെ അച്ഛനായിട്ടാണ് അവൻ ചിന്തിക്കുന്നത്. പറയുന്നതിൽ ശരിയുമുണ്ട്, അലോക് തെറ്റുകാരൻ തന്നെ, അതൊക്കെ എനിക്കറിയാൻ മോളെ. എന്നാലും ഞാനൊരു അവൻ്റെ മുത്തശ്ശിയായി പോയാലേ എനിക്ക് അവൻ ജയിലിൽ കിടക്കുന്നത് സഹിക്കാൻ പറ്റത്തില്ല, അതെനിക്ക് താങ്ങാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോകുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഭയങ്കര കരച്ചിൽ. ഇത് കേൾക്കുമ്പോൾ ഗോമതിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അലോക് ജയിലിൽ കിടക്കുന്നത് കാണാൻ പറ്റത്തില്ല, എനിക്ക് അലോകിൻ്റെ സൈഡിൽ നിന്ന് പക്ഷം പറയാനും പറ്റത്തില്ല. എതിർ സൈഡിൽ എൻ്റെ മോള്, എൻ്റെ കൊച്ചുമോൾ അനുശ്രീ തന്നെയല്ലേ, എനിക്കതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോളെ. രണ്ട് സൈഡിൽ നിന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ്. രണ്ട് സൈഡിൽ നിന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും എൻ്റെ കൊച്ചുമോൻ ജയിലിൽ കിടന്ന് നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല, ഇതൊക്കെ കണ്ട് ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഇതൊന്നും പറയാൻ വേണ്ടിയല്ല മോളെ വിളിച്ചത്, ഇതൊക്കെ മനസ്സിനുള്ളിൽ ഇരുന്നിട്ട് സഹിക്കാൻ പറ്റില്ല, ആരോടത്തെങ്കിലും പറയണ്ടേ, ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് മോളോട് ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം
ഗോമതി ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ശ്രീയും എൻ്റെ കൊച്ചുമോള അവൾക്കും നീതിയും ന്യായമൊക്കെ കിട്ടണം, അതുകൊണ്ട് അലോകിൻ്റെ സൈഡിൽ നിന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ ആകെപ്പാട് ധർമ്മസങ്കടത്തിലായിരിക്കുക ഞാനെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേട്ട് ഭയങ്കര സങ്കടത്തോടെ നിൽക്കുകയാണ് ഗോമതി. അപ്പം അനുമോള് ഇതെല്ലാം ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാവരും കൂടെ കോടതിയിലേക്ക് പോവുകയാണ്. അപ്പം കോടതിയിൽ കൂടുമ്പം ഇന്നത്തോടെ വിധി വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ പോവുകയാണ്. അങ്ങനെ അനുമോളും ഗോമതിയും ബാലനും കൂടെ പോവുകയാണ്. അങ്ങോട്ടേക്ക് ആര്യം വരികയാണ്. അപ്പം ആര്യം വരുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, നീ വക്കീലിനെ ഒന്ന് വിളി, നമ്മൾ കോടതിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറ എന്ന് ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ വിളിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് വക്കീൽ വരുന്നുണ്ട്. വക്കീൽ വന്നോടനെ പറയുന്നുണ്ട്, ഞാൻ കേസിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിച്ച് നമുക്ക് അനുകൂലം, നമ്മുടെ ന്യായം നല്ല സ്ട്രോങ് ആണ്, നമ്മൾ വ്യക്തമായിട്ട് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സൈഡാണ് സ്ട്രോങ്. മിക്കവാറും ഇന്ന് തന്നെ കോടതി കേസിൻ്റെ എല്ലാ വാദവും കേട്ട് ഇന്ന് തന്നെ ശിക്ഷ വിധിക്കും. അപ്പോൾ ഉടനെ ബാലൻ ചോദിക്കുന്നുണ്ട്, അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം വക്കീലെ, പിന്നെ വാങ്ങിച്ചു കൊടുക്കാതെ ഇങ്ങനെ പരിപാടി കാണിച്ച് അവനെ വെറുതെ വിടാൻ പറ്റുമോ? പരമാവധി 7 വർഷമെങ്കിലും അവൻ ജയിലിൽ കിടക്കുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗോമതി ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. അപ്പം വക്കീൽ പറയുന്നുണ്ട്, മോള് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞു തന്നല്ലോ, അതേപോലെയൊക്കെ വ്യക്തമായിട്ട് പറയണം, അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. മോളും മറുപടിയൊക്കെ കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഉറച്ച് തന്നെ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഗോമതി ആകപ്പാട് ടെൻഷനാണ്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, ഇനി കുറച്ച് സമയം കൂടെ ഉണ്ടല്ലോ കോടതി കൂടാൻ, ഒരു കാര്യം ചെയ്യും വക്കീലെ, വക്കീൽ ഒന്നും കൂടെ ആ പോയിൻ്റെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പോയിൻ്റെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. കോടതി ചെല്ലുമ്പോൾ എതിർഭാഗം വക്കീൽ കൺഫ്യൂഷനാക്കാൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഇതൊക്കെ കേട്ട് ഗോമതി ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഗോമതി ബാലനോട് പറയുകയാണ്, ബാലേട്ട എനിക്കൊരു കാര്യം പറയാൻ ഉണ്ട്, ഇങ്ങോട്ടൊന്ന് വരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ബാലനെ വിളിച്ച് ദൂരം മാറി സംസാരിക്കുക. എന്താ ഗോമതി, എന്താ? അല്ല ബാലേട്ട, നമുക്ക് ഈ കേസിൽ നിന്ന് പിന്മാറിയാലോ? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബാലന് ദേഷ്യം വരുന്നുണ്ട്. ഗോമതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പിന്മാറാനോ? ഈ കേസ് ഇവിടം വരെ എത്തിയിട്ട് ഇനി പിന്മാറാനോ? അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആകപ്പാടെ പേടിയാവുന്നുണ്ട്. അലോകന് ഇത്രയും വർഷത്തെ ശിക്ഷ നമ്മൾ കാരണം അവൻ്റെ ജീവിതം നശിക്കല്ലേ, പിന്നെ അവൻ നമ്മുടെ മോളോട് കാണിച്ചതൊന്നും തെറ്റല്ലേ, നീ എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞ് ബാലൻ ചൂടാവുന്നുണ്ട്. നമ്മുടെ മോളോട് കാണിച്ച തെറ്റൊക്കെ തന്നെ, പക്ഷേ അവൻ ഇത്രയും കാലം ജയിലിൽ കിടക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല, എൻ്റെ അമ്മ ചങ്ക് പൊട്ടി മരിച്ചു പോവും എന്ന് എൻ്റെ അടുത്ത് സങ്കടത്തോടെ അമ്മ പറഞ്ഞായിരുന്നു. ഇത് കേൾക്കുമ്പം ബാലനാണെങ്കിൽ ചോദിക്കുകയാണ്, അപ്പം നിൻ്റെ അമ്മയ്ക്ക് കൊച്ചുമോനെ ഓർത്ത് സങ്കടം തോന്നും, അത് ശരിയാണ്, നിനക്ക് നിൻ്റെ മോളെ ഓർത്ത് സങ്കടമില്ലേ? അപ്പം ഗോമതി പറയുന്നുണ്ട്, സങ്കടം ഇല്ലെന്നല്ല, പക്ഷേ എൻ്റെ മോള് കാരണം എൻ്റെ അമ്മ ചങ്ക് പൊട്ടി ചാവേണ്ട ഒരു അവസ്ഥ വരില്ലേ, നമ്മുടെ മോള് കാരണം അമ്മയ്ക്ക് എന്ത് സംഭവിക്കാനാണ്, അവളാണോ തെറ്റ് ചെയ്തതെന്ന് ബാലൻ ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അവൾ തെറ്റ് ചെയ്തതെന്നല്ല, പക്ഷേ ഇതിനെല്ലാം കാരണം അവളും കൂടെ അല്ലേ എന്ന് ഗോമതി ചോദിക്കുന്നുണ്ട്. അവൾ എന്ത് തെറ്റ് ചെയ്ത്? ആ അലോകല്ലയോ ഈ തെറ്റുകളെല്ലാം ചെയ്തത്, പിന്നെ അവന് ശിക്ഷ കിട്ടിയാലും അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് ബാലൻ പറയുന്നുണ്ട്. അപ്പം ഗോമതി പറയുന്നുണ്ട്, കോടതി കേസ് വരുന്നത് ജഡ്ജി വിധി പ്രസ്താവിക്കുന്നതൊക്കെ എന്തിനാ ബാലേട്ട, നന്നാവാനല്ലേ? അപ്പം അലോകിന് നന്നാവാൻ നമുക്കൊരു അവസരം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലൻ പറയാണ്, അവൻ നന്നാവുകയോ അവൻ ചീത്തയായി പോവുകയോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എൻ്റെ മോൾക്ക് നീതി കിട്ടണം, അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ എന്ന് ബാലൻ പറയുകയാണ്. അവൻ കഴിഞ്ഞ ദിവസം അനുമോളോട് വന്ന് ക്ഷമയൊക്കെ അയച്ചല്ലേ, അപ്പം അത് കണ്ട് നീ ഒന്നും പറയണ്ട എന്ന് ഗോമതി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ബാലൻ. അവനെ വക്കീൽ പറഞ്ഞ പ്രകാരം വന്ന് അനുമോളോട് അങ്ങനെയൊക്കെ അഭിനയിച്ചതാണ്, അത് വക്കീലുമാരുടെ ഒരു നമ്പരാണ്, കോടതിയിൽ നിന്ന് പരമാവധി ശിക്ഷ കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്തതാണ്, അത് വക്കീൽ പറഞ്ഞിട്ടാണ് അലോക് ചെയ്തതെന്ന് ബാലൻ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ടിട്ട് ഗോമതിക്കൊന്നും മനസ്സിലാവുന്നതുമില്ല. ഗോമതി അതൊന്നും സ്വീകരിക്കാനും തയ്യാറാവുന്നില്ല. എന്ത് പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ജന്മം എനിക്ക് സമാനം ഉണ്ടാകത്തില്ല, ഞാൻ നീറി ചാവത്തേ ഉള്ളൂ എന്നൊക്കെ ഗോമതി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പം ബാലൻ പറയുന്നുണ്ട്, ഇനി എന്ത് സംഭവിച്ചാലും ഈ കേസ് ഇവിടം വരെ എത്തി, ഇനി തിരിഞ്ഞു പോക്കില്ല എന്ന് ബാലൻ ഉറച്ച തീരുമാനമെടുക്കുകയാണ്. ഗോമതി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്.